ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ബട്ടൺ ഹോൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫുഡ് പ്രസ്സർ മാറ്റിയിടുക. ഒരു ചെറിയൊരു ക്ലോത്തിൽ നമുക്ക് കാണിച്ചു തരാം. ഇത്തിരി കട്ടിയുള്ള ക്ലോത്താണിത്. രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ചിലുള്ള ബട്ടൺ ഹോളാണ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് 4 പോയിന്റ് ഉള്ള ബട്ടൺ ഹോളാണത്. ഇങ്ങനെ 4 പോയിന്റ് ഉള്ളത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രസ്സർ ഫുട്ടിലും 4 പോയിന്റ് മാർക്ക് ചെയ്യണം. 4 പോയിന്റ് ഇവിടെ ഒരു ആരോ ഉണ്ടാകും. ആരോൻ്റെ 4 പോയിന്റ് താഴേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ വേണം നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഈ നോബ് കറക്റ്റാക്കി വെക്കണം. ആദ്യം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 1 സെലക്ട് ചെയ്യാം. ഒരു 2 പോയിന്റിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് വയ്ക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ ഈ പ്രസ്സർ ഫ്രൂട്ടിൽ വയ്ക്കുക. 4 പോയിന്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മളിവിടെ 1 ആണ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നൂല് അതിനുശേഷം പോയിന്റ് 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം 3, അതിനുശേഷം നമുക്ക് 4 സെലക്ട് ചെയ്യാം. നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് ശരിയായിട്ടുണ്ട്. കണ്ടോ, ബാക്കിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ചെറിയൊരു ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ബട്ടൺ ഹോൾ റെഡിയായി. ഞാൻ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് നമുക്ക് ഒരു 4 പോയിന്റ് 1/2 ഇഞ്ചിലുള്ള ബട്ടൺ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് 4 പോയിന്റുള്ള ബട്ടൺ ഹോൾ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റ് പോയിന്റ്. അതിനുശേഷം നമ്മൾ ഇവിടെ 4 പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ നോബ് തിരിച്ചിട്ട് 1ലേക്ക് വയ്ക്കുക. ബട്ടൺ ഹോളിൻ്റെ 1ൽ സ്റ്റിച്ച് വയ്ക്കുക. എന്നിട്ട് 2, അടുത്തത് 3, അടുത്തത് 4, ഇങ്ങോട്ടേക്ക് 4. ബട്ടൺ ഹോള് ശരിയായിട്ടുണ്ട്. കണ്ടോ ബട്ടൺ ഹോള്. എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ നമുക്കൊരു കട്ടിങ്ങും കൊടുക്കാം. കണ്ടോ, സിമ്പിളാണ്.